സാറേ എന്താ സ്വപ്നം കാണാണോ? ഒന്നുമില്ല സാറേ, ഞാനേ പണ്ട് നമ്മള് സർവീസിലൊക്കെ കേറിയ കാലൊന്ന് ആലോചിച്ചു പോയതാ. എന്തൊരു ആദ്യത്തേന് അന്നത്തെ കാലത്തൊക്കെ ഇല്ലേ? ഇന്നിപ്പോ ഞമ്മക്ക് ഒരു വിലയില്ലാണ്ടായല്ലോ. ഒരു പാൻ മസാലക്കാരനെ പോലും പിടിക്കാൻ ഞമ്മക്ക് അധികാരമില്ല. അതുവരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും ഫുഡ് ഇൻസ്പെക്ടർമാർക്കും ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് വരും. ആദ്യമൊക്കെ നമ്മുടെ പേര് കേട്ടാ ജനങ്ങൾക്ക് പേടിയായിരുന്നു. നേരാ. ഇപ്പൊ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയായി. ഇന്നലെ ആ ഡിസ്ലറി ചെന്നപ്പോ ഉണ്ടായിരുന്ന അവസ്ഥ നാണക്കേടായി പോയില്ലേ? മല പോലെ അങ്ങോട്ട് ചെന്നിട്ട് എലി പോലെ അങ്ങോട്ട് പോകുന്നില്ലേ? ഞമ്മക്ക് ആകെ പറ്റുന്ന ഒരു പണി ബോധവൽക്കരണം. അത് പറഞ്ഞപ്പോഴാ ഈ മാസം ബോധവൽക്കരണം നടത്തിയിട്ടില്ല. മാസത്തത് മണ്ടു നടത്തട്ടെ. എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്താ? പിന്നെ കൊറേ ആൾക്കാരുടെ മുമ്പിൽ പോയി നിന്ന് ഇങ്ങനെ സംസാരിക്കാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എന്താ പറയണ്ടേന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അത് പേടിക്കാനൊന്നുമില്ല. നമ്മുടെ ഈ മദ്യത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് അങ്ങോട്ട് പറയാ. പിന്നെ ഈ ആൽക്കഹോള് നമ്മളെ ശരീരത്തിനെ ദ്രവിപ്പിച്ചോളും. നമ്മുടെ ശരീരത്തില് 10% ആൽക്കഹോളെ കൊള്ളുള്ളൂ. അതിന്റെ ഏറെ കുടിച്ചു കഴിഞ്ഞാല് നമുക്ക് പിന്നെ വേണ്ടാത്ത രോഗങ്ങളൊക്കെ വന്നാളും. മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളൊക്കെ വന്നാളും. പിന്നെ അതുമല്ല, കൗത്തിന്റെ കീപ്പോട്ടുള്ള എല്ലാ അവയവങ്ങൾക്കും ക്യാൻസർ വരെ വരുന്നു. എവിടെ? കൗത്തിന്റെ കീപ്പോട്ടെ, കഴുത്ത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാ പറയാ. മൊയ്ത് സാറിന്റെ കൗത്താണ് നമ്മുടെ കഴുത്ത്. സാർ ഇതൊക്കെ എനിക്ക് എഴുതി തരുമോ? എന്നാ ഞാൻ അവിടെ പോയി നിന്ന് വായിക്കാം. ഈ മഹാഭാരതത്തിൽ വരെ മദ്യത്തിന്റെ ദൂഷ്യവശങ്ങൾ പറയുന്നുണ്ട്. യാദവകുലം നശിച്ചത് തന്നെ മദ്യം കൊണ്ടല്ലേ? എന്തൊരു ഖുറാനിൽ പറയുന്നില്ലേ ഇത് ബസാന്ന്? ബൈബിളിന്റെ ഉൽപ്പത്തിയില് മദ്യത്തെ വിരോധിക്കുന്നുണ്ട്. പിന്നെ വ്യക്തി, കുടുംബം, രാഷ്ട്രം എല്ലാത്തിനും നശിപ്പിക്കും മദ്യം. രാഷ്ട്രത്തെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറയണ വെറുതെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളം പണ്ടേ നശിഞ്ഞു പോയില്ലേ? നശിച്ചത് പിന്നെ നശിക്കില്ല. വന്നോ? ഞാൻ നിങ്ങളുടെ സംസാരം എല്ലാം കേട്ടു. ഈ ബോധവൽക്കരണം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടൊന്നും കുടി നിൽക്കില്ല. കുടി നിൽക്കണമെങ്കിൽ ഇവിടെ വാറ്റുകാരെ നിങ്ങൾ പിടിക്കണം. അതുകൊണ്ടാണ് ഞാൻ 24 മണിക്കൂറും ഇവിടെ വന്ന് വാറ്റുകാരെ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ അത് കേട്ട ഭാവം പോലുമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സംഗതി ആകെ പ്രശ്നമാവും സാറേ. സംഗതി എന്ത് പ്രശ്നമാവാൻ നിങ്ങൾ പറയണേ? വിളിക്കണം ഞാൻ വകുപ്പ് മന്ത്രിയെ. വകുപ്പ് മന്ത്രി നാട്ടിലെത്തിയോ? ഇല്ല, ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടല്ലോ വിദേശത്താ. അല്ല നേതാവേ, നിങ്ങൾക്കേ ഈ ഡിസ്ലറിക്കാരും ബിവറേജുകാരും വല്ല കോഴയും തരുന്നുണ്ടോ ഈ വാറ്റുകാരെ പിടിക്കാൻ? സാറേ, എന്റെ ആത്മാർത്ഥത നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ഞാൻ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. രാജ്യം നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ വാറ്റുകാരെ പിടിക്കണം, പിടിച്ചേ പറ്റൂ. എന്റെ നേതാവേ, നിങ്ങൾ ഈ വാറ്റുകാരെ ഞങ്ങൾക്കൊന്ന് നേരിട്ട് കാണിച്ചതാ. 24 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവരെ പൊക്കാം. എന്തൊക്കെയാണ് ഇയാള് പറയുന്നത്? ഇയാളോ? എന്റെ സാറേ, വാറ്റുകാരെ പിടിക്കേണ്ടത് നിങ്ങൾ എക്സൈസുകാരാണ്, അല്ലാതെ രാഷ്ട്രീയക്കാരല്ല. അതിന് നിങ്ങൾ വിഷമിക്കേണ്ട നേതാവേ. നാളെ മറ്റന്നാളോ കൊണ്ട് ഒരുത്തരം നമ്മൾ പൊക്കും. വെറുതെ വാചകമടി കൊണ്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ കാര്യങ്ങളെ പ്രായോഗികവൽക്കരിക്കണം. പ്രായോഗികവൽക്കരിക്കാം. നാളത്തെ ബോധവൽക്കരണം ഒന്ന് കഴിഞ്ഞോട്ടെ. സാറേ, ഞാൻ പോവില്ലട്ടോ ബോധവൽക്കരണത്തിന്. എന്ത് ബോധവൽക്കരണം? ഈ ബോധവൽക്കരണത്തിന് കാശ് ആര് തരും? അത് ബീവറേജ് ആര് തരൂ? അവരുടെ ലാഭത്തിന് 1%. അല്ല നേതാവേ, നിങ്ങൾക്ക് ഈ മദ്യക്കച്ചവടേ മൊത്തമായിട്ട് അങ്ങ് നിരോധിച്ചാൽ എന്താ? എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ പറയുന്നത്? 26,400 കോടിയാണ് സർക്കാരിലേക്കുള്ള വരുമാനം. അതുകൊണ്ട് എങ്ങനെ നിരോധിക്കും? അതില് കാര്യമൊന്നുമില്ല. ഒരു വർഷത്തിൽ 30,000 കോടിയിലധികമാണ് മദ്യ ദുരന്ത നിവാരണത്തിനായിട്ട് സർക്കാർ ചെലവിടുന്നത്. എങ്ങനെ? അപ്പൊ ദിവസേന ഇവിടെ മദ്യ ദുരന്തം സംഭവിക്കുന്നുണ്ടോ? എന്നല്ല, മദ്യ ദുരന്തത്തിന് ചെലവാക്കുന്നത് വേറെ. ഇതുകൂടാതെ മദ്യ അകത്താക്കി റോഡിലൂടെ പോയി ഉണ്ടാക്കുന്ന അപകടങ്ങൾക്ക് കൊടുക്കുന്നത് വേറെ. ഇതൊക്കെ പോട്ടെ, മദ്യം കഴിച്ചതിന്റെ പേരിലുണ്ടാകുന്ന ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്ന ഫണ്ടോ? ഇതൊക്കെ നോക്കുമ്പോ സർക്കാരിന് ഈ കാര്യം എനിക്കിതൊന്നും കേൾക്കണ്ട. നിങ്ങള് എക്സൈസുകാര് ഈ വാറ്റുകാരെ പിടിച്ചിരിക്കണം. 24 മണിക്കൂറിനകം നിങ്ങൾ വാറ്റുകാരെ പിടിച്ചില്ലെങ്കിൽ ഞാൻ വകുപ്പ് മന്ത്രിയെ വിളിക്കും. വകുപ്പ് മന്ത്രി നാട്ടിലില്ല. അല്ല സാറേ, ഈ വകുപ്പ് മന്ത്രി മൂപ്പര് അമ്മന്റെ മോനിട്ടാണോ? എനിക്കറിയില്ല. വകുപ്പ് മന്ത്രി 24 മണിക്കൂർ. ആകെ കേൾക്കുന്ന വാക്ക് ഇയാള് വന്നതാണ്.